കോഴിക്കോട് വടകരയിലെ ബാങ്കിൽ നിന്ന് മാനേജർ സ്വർണവുമായി മുങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. 26 കിലോ സ്വർണവുമായി നാടുവിട്ട ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ മുൻ മാനേജർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശിയായ മധു ജയകുമാർ തെലങ്കാനയിൽ നിന്നാണ് അറസ്റ്റിലായത്. തട്ടിപ്പിൽ ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണ തട്ടിപ്പു കേസിൽ മുഖ്യപ്രതിയും മുൻ മാനേജറുമായ മധു ജയകുമാറിനെ ക്രൈംബ്രാഞ്ച് സംഘം കരിപ്പൂരിലെത്തിച്ച ശേഷമാണ് വടകരയിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചത്. ബാങ്കിലെ 42 അക്കൌണ്ടുകളിൽ നിന്നായി 26.24 കിലോ സ്വർണം കടത്തിയെന്നാണ് ഇയാൾക്കെതിരായ പരാതി. അടിപിടി കേസിൽ ഇയാൾ തെലങ്കാന പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതേ തുടർന്നാണ് വടകരയിൽ ഇയാൾക്കെതിരെ തട്ടിപ്പ് കേസുള്ളതായി തെലങ്കാന പോലീസ് മനസ്സിലാക്കിയത്. തുടർന്ന് വടകര പോലീസിനെ ഇവർ ബന്ധപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് വടകരയിൽ നിന്ന് പോലീസ് സംഘം തെലങ്കാനയിലേക്ക് പോയത്. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശിയാണ് മധു ജയകുമാർ. ഇയാൾ കടത്തിയെന്ന് പറയുന്ന 26.24 കിലോഗ്രാം സ്വർണം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. തട്ടിപ്പിൽ ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ കഴിഞ്ഞ ദിവസം മധു ജയകുമാർ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പരാമർശിച്ച കാര്യങ്ങളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ച്. ഈ സ്ഥാപനത്തിന് ബാങ്കിന്റെ വടകര ശാഖയുമായി ഇടപാടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. 42 അക്കൌണ്ടുകളിൽ നിന്നായി 26.24 കിലോ സ്വർണം നഷ്ടപ്പെട്ടതാണ് ബാങ്കിന്റെ പരാതി. ഇത്രയും അക്കൌണ്ടുകളിലെ സ്വർണം തിരിമറി നടത്തിയിട്ടും ഒരിടപാടുകാരൻ പോലും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഇതേക്കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. 42 അക്കൌണ്ടുകളുടെ വിവരവും പോലീസ് ശേഖരിച്ചു. ന്യൂസ് 18 വടകര.